പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും നമ്മൾ വിചാരിച്ച കാര്യം നടക്കാതെ വരുമ്പോൾ, അല്ലെങ്കിൽ വലിയൊരു പരാജയം നേരിടേണ്ടി വരുമ്പോൾ നമ്മൾ പൂർണ്ണമായും തളർന്നു പോകാറുണ്ട്. ഇനി എൻ്റെ ജീവിതത്തിൽ ഒരു തിരിച്ചുവരവ് ഉണ്ടാകില്ല എന്ന് നമ്മൾ ചിന്തിച്ചു പോകുന്ന നിമിഷങ്ങൾ. എന്നാൽ പ്രിയ സഹോദരങ്ങളെ, ദൈവവചനം നമ്മോട് പറയുന്നത് മറ്റൊന്നാണ്. ബൈബിൾ പരാജയപ്പെട്ടവരുടെ കഥ മാത്രമല്ല പറയുന്നത്. ആ പരാജയങ്ങളിൽ നിന്ന് ദൈവം അവരെ എങ്ങനെ അത്ഭുതകരമായി ഉയർത്തി എന്ന ആ വലിയ വിജയങ്ങളുടെ ചരിത്രം കൂടെയാണ് ബൈബിൾ. ഇന്നത്തെ വീഡിയോയിൽ തോൽവികളിൽ നിന്ന് എങ്ങനെ നമുക്ക് ശക്തമായി തിരികെ വരാമെന്ന് 4 പ്രധാന കാര്യങ്ങളിലൂടെ നമ്മൾ നോക്കാൻ പോവുകയാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ലൈക്ക് ചെയ്യുക. ഒന്നാമത്തെ കാര്യം, പരാജയം എന്നത് നിങ്ങളുടെ ജീവിതത്തിന്റെ അവസാനമല്ല. സദൃശ്യവാക്യങ്ങൾ 24-ാം അധ്യായം 16-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: നീതിമാൻ 7 പ്രാവശ്യം വീണാലും വീണ്ടും എഴുന്നേൽക്കും. കണ്ടോ, വചനം പറയുന്നത് നീതിമാൻ വീഴുകയില്ല എന്നല്ല, അവൻ വീണാലും വീണ്ടും എഴുന്നേൽക്കുമെന്നാണ്. ബൈബിളിലെ ജോസഫിന്റെ ജീവിതം നോക്കൂ. സ്വന്തം സഹോദരന്മാർ അവനെ കിണറ്റിൽ തള്ളി, അടിമയായി വിറ്റുകളഞ്ഞു, ചെയ്യാത്ത കുറ്റത്തിന് ജയിലിലായി. മനുഷ്യന്റെ ദൃഷ്ടിയിൽ അവൻ പൂർണ്ണമായും പരാജയപ്പെട്ടവനായിരുന്നു. എന്നാൽ ദൈവം അവനെ ഈജിപ്തിന്റെ പ്രധാനമന്ത്രിയാക്കി മാറ്റി. നിങ്ങളുടെ ഇന്നത്തെ തോൽവി ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ എഴുതാൻ പോകുന്ന വലിയൊരു വിജയ ചരിത്രത്തിന്റെ തുടക്കം മാത്രമാണ്. രണ്ടാമത്തെ കാര്യം, സാഹചര്യങ്ങൾക്ക് മുകളിലായി ദൈവത്തിന്റെ പദ്ധതികളെ വിശ്വസിക്കുക. നിങ്ങൾ പരാജയപ്പെടുമ്പോൾ ദൈവം നിങ്ങളെ കൈവിട്ടു എന്ന് നിങ്ങൾ വിചാരിക്കും. എന്നാൽ യിരെമ്യാ പ്രവചനം 29:11 ദൈവം പറയുന്നു: നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെക്കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവയെന്ന് ഞാൻ അറിയുന്നു. അവ തിന്മയ്ക്കല്ല, നന്മയ്ക്കത്രയുള്ള നിരൂപണങ്ങളെന്ന് യഹോവയുടെ അരുളപ്പാട്. പലപ്പോഴും നമ്മുടെ വഴികൾ അടയുമ്പോൾ ദൈവം നമുക്കായി അതിനേക്കാൾ മികച്ച ഒരു വഴി തുറക്കുകയാണ്. അതുകൊണ്ട് എന്തുകൊണ്ട് എനിക്കിത് സംഭവിച്ചു എന്ന് ചോദിച്ച് വിഷമിക്കാതെ, ദൈവമേ, ഇതിലൂടെ അവിടുന്ന് എന്നെ എന്താണ് പഠിപ്പിക്കുന്നതെന്ന് ചോദിക്കാൻ നമ്മൾ തയ്യാറാകും. മൂന്നാമത്തെ കാര്യം, പരാജയങ്ങളിൽ നിന്ന് പഠിക്കുക, തെറ്റുകൾ തിരുത്തുക. ബൈബിളിലെ ഏറ്റവും വലിയൊരു തിരിച്ചുവരവ് പത്രോസിൻ്റെതാണ്. യേശുവിനെ ജീവനേക്കാൾ സ്നേഹിച്ച പത്രോസ് നിർണായക നിമിഷത്തിൽ 3 വട്ടം യേശുവിനെ തള്ളിപ്പറഞ്ഞു. അതൊരു വലിയ പരാജയമായിരുന്നു. പത്രോസ് കരഞ്ഞുകൊണ്ട് പശ്ചാത്തപിച്ചു. എന്നാൽ പത്രോസ് അവിടെ തളർന്നിരുന്നില്ല. ഉയർത്തെഴുന്നേറ്റ യേശു അവനെ വീണ്ടും ചേർത്ത് പിടിച്ചപ്പോൾ അവൻ തന്റെ തെറ്റുകൾ തിരുത്തി ശക്തിയോടെ തിരിച്ചു വന്നു. പെന്തക്കോസ്ത് നാളിൽ ഒരൊറ്റ പ്രസംഗം കൊണ്ട് 3000-ഓളം ആളുകളെ ദൈവത്തിലേക്ക് നയിക്കാൻ പത്രോസിന് കഴിഞ്ഞു. നിങ്ങളുടെ ഭൂതകാല തെറ്റുകളോ പരാജയങ്ങളോ ഓർത്ത് സ്വയം കുറ്റപ്പെടുത്താതിരിക്കുക. ദൈവത്തോട് മാപ്പ് ചോദിച്ച് പാഠങ്ങൾ ഉൾക്കൊണ്ട് പുതിയ ആത്മവിശ്വാസത്തോടെ മുൻപോട്ട് പോവുക. നാലാമത്തെയും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ കാര്യം, നമ്മുടെ സ്വന്തം ശക്തിയിലല്ല, ദൈവത്തിന്റെ ശക്തിയിൽ ആശ്രയിക്കുക. തോൽവികൾ ഉണ്ടാകുമ്പോൾ നമ്മുടെ മാനസികവും ശാരീരികവുമായ ശക്തി ഒരുപക്ഷെ കുറഞ്ഞു പോയേക്കാം. എന്നാൽ ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായം 13-ാം വാക്യം നമ്മെ ഓർമ്മിപ്പിക്കുന്നു: എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയാകുന്നു. നിങ്ങളുടെ സ്വന്തം കഴിവ് കൊണ്ട് മാത്രം വിജയിക്കാൻ ശ്രമിക്കുമ്പോഴാണ് പലപ്പോഴും നിരാശയുണ്ടാകുന്നത്. എന്നാൽ പ്രാർത്ഥനയിലൂടെ ദൈവത്തോട് ശക്തി ചോദിക്കുക. യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും, അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരുമെന്ന് യെശയ്യാ പ്രവചനം 40-ാം അധ്യായം 31-ാം വാക്യത്തിൽ പറയും. ദൈവം നിങ്ങൾക്ക് നൽകുന്ന ശക്തിക്ക് നിങ്ങളുടെ ഏതൊരു പരാജയത്തെയും വിജയമാക്കി മാറ്റാൻ കഴിയും. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് നിങ്ങൾ ബിസിനസ്സിലോ പഠനത്തിലോ ഔദ്യോഗിക ജീവിതത്തിലോ അല്ലെങ്കിൽ വ്യക്തിപരമായ ജീവിതത്തിലോ ഒരു തോൽവി നേരിടുകയാണെങ്കിൽ നിരാശപ്പെടരുത്. ബൈബിളിലെ ദൈവത്തിന്റെ വാഗ്ദാനങ്ങൾ നിങ്ങൾ മുറുകെ പിടിക്കുക. വീഴ്ചകളിൽ നിന്ന് എഴുന്നേൽക്കുക. ദൈവത്തിൽ ആശ്രയിച്ച് ഒരു പുതിയ തുടക്കം കുറിക്കുക. ഓർക്കുക, ദൈവം നിങ്ങളെ കൈവിട്ടിട്ടില്ല. വലിയൊരു വിജയത്തിനായി ദൈവം നിങ്ങളെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. പ്രിയ സഹോദരങ്ങളെ, ഈ സന്ദേശം നിങ്ങൾക്ക് പ്രയോജനമായി തോന്നിയെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക. തളർന്നിരിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്കായി ഇപ്പോൾ തന്നെ ഷെയർ ചെയ്തു കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റുകളായി രേഖപ്പെടുത്തുക. മറ്റൊരു നല്ല വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ദൈവനാമം മഹത്വപ്പെടട്ടെ.